Hello friends, അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ NICU എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഓർക്കമില്ലാത്ത കുറെ രാത്രികളും പക്ഷെ നല്ല ടെൻഷനും അറ്റ് ദി എൻഡ് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അവൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നു. ഷീസ് എ റെഗുലർ നോർമൽ ചൈൽഡ് നൗ. അതെ, ഒത്തിരി സ്ട്രഗിൾസിൽ കൂടെ നമ്മൾ കടന്നുപോയി. പക്ഷെ എങ്കിലും പിന്നെ അവരത് ഒത്തിരി സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്തല്ലേ, നല്ല ഡെലിക്കേറ്റ് ആയിട്ടാണ് അവർ കുട്ടികളെ ഹാൻഡിൽ ചെയ്തത്. നമുക്കൊരു ടെൻഷന്റെ ആവശ്യമില്ല. കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അവർക്കറിയായിരുന്നു എന്ത് ചെയ്യണം അറ്റ് ദ റൈറ്റ് ടൈം. ഞങ്ങളുടെ കിംസിലായിരുന്നു, ട്രിവാൻഡ്രം. അവര് വളരെ നല്ല കെയർ കൊടുത്തു. ആൻഡ് എന്താ പറയുക, 1% ചാൻസ് ഉണ്ടെങ്കിലും അവർ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുക്കും. അതെ, അപ്പൊ കുഞ്ഞ് ജനിച്ചപ്പോഴത്തേന് അവളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1,200 ആയിരുന്നു. 1.2 kg ആയിരുന്നു അവള് ജനിച്ചപ്പോഴത്തെ അവളുടെ വെയിറ്റ്. ജനിച്ചു കഴിഞ്ഞ് ഒരു കിലോ ആയി, ഒരു 200 ഗ്രാം കുറഞ്ഞു വീണ്ടും. അത് കഴിഞ്ഞ് ഒരു 30 days NICUലായിരുന്നു അവള്. പിന്നെ ആ 30 days കഴിഞ്ഞുള്ള 15 days ആണ് ഞങ്ങളുടെ കൂടെ റൂം ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നത്. അതുവരെ 30 days, ആദ്യത്തെ ഫസ്റ്റ് 30 days അവള് NICUയിൽ തന്നെയായിരുന്നു. ആ ഒരു സമയത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതായത് അവള് ശ്വാസം വിടാൻ മറന്നുപോയി. അപ്പം കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് 4 പ്രാവശ്യം മാത്രം ശ്വാസം വിട്ടാൽ മതി ഒരു ദിവസം. അതേ സമയത്ത് അവർ പുറത്തു വരുമ്പോ അതുകൊണ്ടാണ് അവർ ശ്വാസം വിടാൻ മറന്നു പോകുന്നത്. കാരണം അവര് ഡെയിലി ചെയ്യുന്നൊരു കാര്യം അല്ലായിരുന്നല്ലോ. ഇത് പ്രിമച്യൂർ കിഡ്സിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണെന്നാണ്. അതെ അതെ. അപ്പൊ അവര് അതിനായിട്ടുള്ള കഫെയിൻ ഡോസ് ഒക്കെ കൊടുത്ത് ഒരാഴ്ചത്തെ എഫക്റ്റ് ആണ് ആ കഫെയിൻ ഡോസ് ഒരു പ്രാവശ്യം കൊടുക്കുന്ന ഒരു ഡോസിന്. അങ്ങനെ അപ്പം ചില സമയത്ത് നമ്മൾ ഇവളെ കാണാൻ NICUയിൽ ചെല്ലുമ്പോഴത്തേനും മറ്റേ ഓക്സിജൻ ഹുഡൊക്കെ ഇട്ടിട്ടൊക്കെ, അപ്പോഴും നമ്മളെ എഞ്ചിനീയേഴ്സ് ആണ്, നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു പേടി വരും. എന്തു പറ്റി പെട്ടെന്ന് ഓക്സിജൻ ഹുഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പം അവര് പറയുന്നുണ്ട് 30% ഓക്സിജൻ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഹുഡ് വെച്ചതെന്നൊക്കെ. അങ്ങനെ നമുക്ക് ഫുൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിരുന്നു. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആസ് പേരൻസ്. പിന്നെ എന്താ, നമ്മുടെ KMC പറയാൻ പറ്റും അല്ലേ, ബോഡി ഹീറ്റ് കൊടുക്കുന്ന സാധനം. അപ്പൊ നമുക്ക് KMC, കാങ്കറൂ മദർ കെയർ എന്നാണ് അതിന്റെ ഒരു ടേം. അപ്പൊ KMC കൊടുക്കാനായിട്ട് അവര് അമ്മമാര് പറ്റുമെങ്കിൽ ചെയ്യാം. അമ്മമാര് ഡെലിവറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർക്ക് ബാക്ക് പെയിൻ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവരങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. അപ്പം കൂടുതലും ഒന്നെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് അല്ലെങ്കിൽ ഫാദേഴ്സ് ചെയ്യാനാണ് അവര് റെക്കമെൻഡ് ചെയ്യാറ് കൂടുതലും. കാരണം കുറേ നേരം നമ്മൾ ഇരിക്കണം, ഒരു 1 to 2 hours ഒക്കെ ഇരിക്കണം കാങ്കറൂ മദർ കെയർ ചെയ്യാൻ. കാരണം നമ്മുടെ കാങ്കറൂ മദർ കെയർ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഫുൾ ക്ലോത്ത്സ് റിമൂവ് ചെയ്തിട്ട് കുഞ്ഞിനെ ക്ലോത്ത്സ് ഇല്ലാതെ നമ്മളോട് ചേർത്ത് വെക്കും. അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, സ്കിൻ ടു സ്കിൻ കോൺടാക്ട്, അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആ കുഞ്ഞിനെ ട്രാൻസ്ഫർ ആയി അത് ഒത്തിരി ഒരു ഹെൽപ്പ് ചെയ്യും. ബോത്ത് മെന്റലി, നമുക്കും ഒരു മെന്റലി ഒരു സപ്പോർട്ട് കിട്ടും, കുഞ്ഞിനെ കുറച്ചുകൂടെ ഫീൽ ചെയ്യും, കുഞ്ഞിനാണെങ്കിലും നമ്മളെ ഫീൽ ചെയ്യും. സോ ഇറ്റ്സ് എ മ്യൂച്വൽ ഗുഡ് കോൺടാക്ട്. അങ്ങനെ എന്നിട്ട് അവര് കുഞ്ഞിനെ നമ്മളുടെ ഡ്രസ്സിനകത്ത് വെച്ചിട്ട് അവര് ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ അവര് നന്നായിട്ട് റാപ്പ് ചെയ്യും നമ്മളെ. കുഞ്ഞിനെ മാക്സിമം നല്ല ടൈറ്റായിട്ട് നമ്മുടെ ആ ഹീറ്റ്, ബോഡി ഹീറ്റ് അവർക്ക് കിട്ടി. അതിലൂടെ അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം. അതിനാണ് നമ്മൾ ഈ കാങ്കറൂ മദർ കെയർ ചെയ്യുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം, അവള് ആ ഒരു 30 days ഞാൻ എടുത്തിട്ടേ ഇല്ല. കാരണം എനിക്ക് പേടിയായിരുന്നു. 200 കിലോ എന്നൊക്കെ പറഞ്ഞാൽ എന്തുണ്ടല്ലേ, 1 കിലോ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ എനിക്കൊക്കെ എടുക്കുമ്പോ ഇങ്ങനെ ഊർന്നു പോകുന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. എടുത്തിട്ടുള്ളത് മൊത്തം അച്ഛനാണ്. അപ്പം ഫുൾ ഇങ്ങനെ ട്യൂബ് മൂക്കി കൂടെ, പിന്നെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ട്യൂബ് അറ്റാച്ച്ഡ് ആയിരുന്നു പുള്ളിക്കാരി. ആ ഫ്ലൂയിഡ് ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ തലയിൽ ഒരു കുഞ്ഞു തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അവർ കൂടുതലും ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് അവർ ടേപ്പ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു മുഖത്ത്, പിന്നെ വയറ്റിൽ, അങ്ങനെയുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സിലെല്ലാം അവർ ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ടു അവോയ്ഡ് ഇൻഫെക്ഷൻ. അങ്ങനെ പിന്നെ അപ്പൊ അച്ഛൻ അവളെ എടുത്ത് വെച്ച് കയ്യിലൊക്കെ വെക്കുമ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കാരണം ഇല്ലല്ലോ, കുഞ്ഞല്ലേ. അത് ഭയങ്കര രസമാണ്. നമുക്ക് വളരെ ലൈറ്റ് ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് ഇല്ല. അത് നമ്മൾ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. പിന്നെ ആ സമയത്താണേലും ഈ ഡേ ടൈം ഇവളെ കാണുമ്പോഴത്തേനും ഉറക്കമായിരിക്കും കൂടുതൽ. നൈറ്റാണ് ഇവളെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സമയം.
അപ്പം കയ്യിലോട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ എന്താ ഉറക്കമായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. അത് അനങ്ങാതെ കിടന്നു. പിന്നെ അനങ്ങി തുടങ്ങിയപ്പോഴാണ് ആള് ഭയങ്കര ആക്റ്റീവായിട്ട് നല്ല രസമായിരുന്നു. ഒരു എക്സ്പീരിയൻസ് തന്നെ. ഞാൻ നേരത്തെയും കുഞ്ഞുപിള്ളേരൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു പാകം ഉണ്ടായിരുന്നു അവളെ ഒന്ന് പിടിക്കാനും ഹാൻഡിൽ ചെയ്യാനും. അപ്പം കുഞ്ഞിനെ ആദ്യം നമ്മളെല്ലാവരും എടുക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും, ഓക്കെ ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് നോക്കണം, ഇങ്ങനെ പിടിക്കണം, അത് കംഫർട്ടബിൾ ആവും. മാക്സിമം അങ്ങനെ നോക്കുന്നുണ്ട്. ആൻഡ് ഷീ റെസ്പോണ്ടഡ് വെൽ. പിന്നെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു നമ്മളുടെ ഒരു സൗണ്ട്, ടച്ച്, സ്മെൽ അതൊക്കെ കുഞ്ഞിന് പെട്ടെന്ന് മനസ്സിലാവും ആരാണ് എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി കൊടുക്കുമായിരുന്നു പുള്ളിക്കാരിക്ക്. അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഒരു ടോയ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് റോസ് കളർ ഒരു എലിഫന്റ്. അതിലെ പാട്ട് മറ്റേ എന്ത് പാട്ടായിരുന്നു? മറ്റേ ജനുവരിയിൽ വിരിയുമോ ഇല്ലേ, അതിന്റെ ട്യൂണായിരുന്നു. ഏകദേശം ആ ജനുവരിയിൽ വിരിയുമോ അതിന്റെ ഒരു ട്യൂണാ. കുഞ്ഞത് അവക്ക് ഈ പാട്ടിനോട് എന്താ താല്പര്യം ഉള്ളത് കൊണ്ട് അവള് അതിങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുക. അത് ഇപ്പോഴും ആ പാട്ടിട്ടാ പെട്ടെന്ന് അവള് എവിടോ ഇത് കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു റെക്കഗ്നീഷൻ അവർക്ക് വരുന്നുണ്ട്. അതെ അതെ. അപ്പം ഈ ചെറിയ കുഞ്ഞു പിള്ളേരാണേലും അവര് വളർന്നു വരുന്ന സ്റ്റേജ് ആണേലും ആ സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന കെയറും കാര്യങ്ങളും അവർക്ക് എന്നും അതൊരു ഓർമ്മയിൽ നിൽക്കും. അതെ. പിന്നെന്താ നമുക്ക് എടുത്ത് പറയത്തക്കതായിട്ടുള്ള NICU ഉണ്ടായിരുന്നത്? പിന്നെ ഫോർമുലേറ്റഡ് മിൽക്കിലോട്ട് മാറിയപ്പോഴത്തേനുള്ള എവറി 2 hours മിൽക്ക് കൊടുക്കാൻ പോകണമായിരുന്നു. അതെ, എവറി 2 hours മിൽക്ക് കൊടുക്കാൻ പോകണമായിരുന്നു. അപ്പൊ ഇത് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് മിൽക്ക് കൊടുക്കേണ്ട സമയമാകുമ്പോൾ അവർ തന്നെ NICU നമ്മളെ റൂമിലേക്ക് വിളിക്കും. മിൽക്ക് കൊടുക്കാൻ ടൈമായി, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട്. അത് സമയമൊന്നുമില്ല, ചിലപ്പോൾ രാത്രി 2 മണി 4 മണി, ഉറക്കമൊന്നും ഇല്ലായിരുന്നു അത്രയ്ക്ക് അവരിങ്ങനെ. അതെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ന്യൂട്രിയൻസ് എല്ലാം ഈ പാലിൽ കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് ഉറക്കവും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡാവും, നമ്മൾ ക്ഷീണിക്കും. പിന്നെ വേറൊരു കാര്യം, കിംസിൽ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞാൽ A to Z സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓട്സ് പറഞ്ഞാലും ഉലുവാക്കഞ്ഞി പറഞ്ഞാലും എല്ലാം അവര് നമുക്ക് കൊണ്ടുതരാനുള്ള, നല്ല ഫ്രഷ് സാധനം കൊണ്ടുതരാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ എന്താണ്, അതേപോലെ തന്നെ ഈ പാല് സഫീഷ്യന്റ് ആയിട്ട് അവർക്ക് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഞാൻ ടാബ്ലറ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. അങ്ങനെ ടാബ്ലറ്റ് കഴിച്ചാണ് പാല് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതും പോരാതായി. കാരണം ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് അല്ലേ, അപ്പൊ അവര് കൂടുതൽ റിക്വയർ ചെയ്യും. പക്ഷെ നമുക്ക് അതനുസരിച്ച് നമ്മളുടെയും ബോഡി ആ പ്രിമച്യൂർ സ്റ്റേജിനൊത്ത് ആ ഒരു ടേം എത്താത്തതുകൊണ്ട് നമ്മളുടെയും ബോഡി റെഡി അല്ല. അപ്പം ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഫോർമുലേറ്റഡ് മിൽക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഫോർമുലേറ്റഡ് മിൽക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും എനിക്കൊന്ന് ആദ്യത്തെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഫോർമുലേറ്റഡ് മിൽക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഇനീഷ്യലി കൊടുത്തപ്പോഴത്തേനും വായി കൂടെ മൂക്കി കൂടെയൊക്കെ അവള് ഛർദ്ദിച്ച് ഇങ്ങനെ പാല് പതയൊക്കെ വന്ന് ആകെ പേടിച്ച് ഞങ്ങൾ കരഞ്ഞുപോയി. ആ ഒരു സിറ്റുവേഷനായി. പിന്നെ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട, ഇത് നോർമലാണ്, നമ്മുടെ നോർമൽ മിൽക്കിൽ നിന്ന് അവർക്ക് പുതിയതായിട്ട് അവർക്ക് കൊടുക്കുന്ന എന്ത് സാധനവും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അത് അവരുടെ ബോഡിയുമായിട്ടൊന്ന് യൂസ് ടു ആവണം. അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു ഇതൊക്കെ. പിന്നെ അതങ്ങ് ഓക്കെ ആയി അല്ലേ? പിന്നെ അത് ഓക്കെ. പാലില്ലാതെ പറ്റാതെ, അങ്ങനത്തെ മിൽക്ക് ഇല്ലാതെ കുപ്പിപ്പാലില്ലാതെ അവർക്ക് പറ്റുന്നില്ല. അതെ, ആദ്യത്തെ 3 മാസമേ എനിക്ക് പാല് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു മരുന്ന് നിർത്തിക്കോ, ടാബ്ലറ്റ് കഴിച്ച് മിൽക്ക് പ്രൊഡ്യൂസ് അത് വേണ്ട, കാരണം കിട്ടാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് മതി. ഇനിയും ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വണ്ണം വെക്കും, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി നാനിലോട്ട്, ഫോർമുലേറ്റഡ് മിൽക്കിലോട്ട് തന്നെ മാറി. വൺസ് വെളിയിൽ വന്ന ആ ഒരു എൻവറോൺമെന്റും ആ ഒരു രീതികളുമായിട്ട് കുഞ്ഞുങ്ങൾ അഡ്ജസ്റ്റ് ആയപ്പോൾ പിന്നെ ഗ്രോത്ത് നോർമലായിട്ട് അങ്ങ് നടന്നു. പിന്നെ അങ്ങനെ നമുക്ക് ടെൻഷനില്ല. റെഗുലർ ആയിട്ടുള്ള ചെക്കപ്സ്. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കിംസിനോട് ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് എവറി സ്റ്റേജ് ഡെവലപ്മെന്റ് അവർ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെ റെക്കോർഡ്സ് വെക്കുമായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വേറെ ഇപ്പോൾ അബ്രോഡ് ട്രാവൽ ചെയ്തപ്പോൾ തന്നെ ഈ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് തന്നു വിട്ടു. പിന്നെ അവർ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് മസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അവരെ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിട്ടു, കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. സോ ദേ വർ റിയലി ഹാപ്പി. അപ്പം നല്ലൊരു കെയർ കൊടുക്കുന്നുണ്ട്. അവിടെ നല്ല അത്രയും എക്സ്പീരിയൻസ്ഡ് നോളജബിൾ ആയിട്ടുള്ള നല്ല ഡോക്ടേഴ്സും ഉള്ളതുകൊണ്ട് മോളുടെ കാര്യവും അതുപോലെ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ മാറിക്കിട്ടി. സോ ഇനിഷ്യലി നമുക്ക് ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ
നമ്മൾ ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ ചാലഞ്ച് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന്റെ ഒരു ഫീൽ അതങ്ങ് പോകും. നിങ്ങൾ പോലും അറിയത്തില്ല ദാറ്റ് യു ആർ ഗെറ്റിംഗ് അവേ വിത്ത് ദാറ്റ്. അപ്പം എന്താണേലും എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ വെറി ചെയ്യേണ്ട. അതിൻ്റെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത് ഇറ്റ്സ് വെരി കോമൺ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ വെളിയിലുണ്ട്. നമ്മള് സാധാരണ കേൾക്കുന്ന എല്ലാം നോർമൽ ഡെലിവറീസ് ആണ്. അപ്പം ഈ ഇങ്ങനെ ഒരു പ്രിമച്വർ ബർത്ത് ഉണ്ടായ ശേഷമാണ് ഞങ്ങൾ പറയുന്നത് ഇത്രയും കുട്ടികള് പ്രിമച്വർ ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്ന് നമ്മൾ പോലും മനസ്സിലാക്കുന്നത് നമുക്കൊരു അനുഭവം വന്നപ്പോഴാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നല്ലോ, മറ്റേ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഓരോ സ്റ്റേജസ് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോ ഡെവലപ്മെന്റൽ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അത് സീക്വൻഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ടെസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ എവറി 1 മന്തോ എവറി 2 വീക്സ് നമ്മൾ ഡോക്ടറിനെ പോയി കാണും. അപ്പൊ അവര് ഫുൾ ചെക്കപ്പ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഇപ്പൊ അവര് പറയാം ഓക്കെ മേ ബി മറ്റേ കണ്ണിന്റെ ഐസൈറ്റ് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് എഴുതി തരും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഐസൈറ്റ് ടെസ്റ്റ് ചെയ്യണം. അത് റെഗുലർ ടെസ്റ്റിംഗ് ആയിരിക്കില്ല, കണ്ണിന്റെ പ്രഷർ, അതിന്റെ ലുക്ക്, അങ്ങനെയുള്ള. അപ്പം ബേസിക് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് എല്ലാം പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഹിയറിംഗ് ടെസ്റ്റ്സ് അതെല്ലാം ചെയ്തു നോക്കും. ഹിയറിംഗിന് വേണ്ടിയിട്ട് നമുക്ക് അവര് റെഫർ ചെയ്ത് തന്നത് നിഷിൽ പോകാനാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അവിടെയാണ് ഞങ്ങൾക്ക് എഴുതി തന്നത്. അപ്പൊ അത് തന്നെ ഒരു ദിവസത്തെ നമ്മളുടെ പണിയാണ്. ഇത് പോയി ചെക്ക് ചെയ്യുക. അവര് ഭയങ്കര വാക്യൂം ഫിൽഡ് ആയിട്ടുള്ള ഒരു റൂമിൽ കയറ്റിയിട്ട് അവര് ചെക്ക് ചെയ്യും കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളായിരുന്നു. പിന്നെ വെയിറ്റിംഗ് ടൈം ആണ് ഇതിനെക്കാട്ടിലൊക്കെ കൂടുതലും. ടെസ്റ്റിങ്ങിന് വളരെ കുറച്ച് സമയം എടുക്കും, വെയിറ്റിംഗ് ടൈം ആണ് കൂടുതലും. പക്ഷെ അപ്പോയിന്റ്മെന്റ് എടുത്ത സമയത്ത് അങ്ങ് ചെന്നാലും മതിയല്ലോ. അതെ, ചെന്നാലും മതി. പക്ഷെ എന്നാലും അതിന്റെ ആള് വന്ന് ഒരു ദിവസത്തെ നമുക്ക് ചെയ്യാനുള്ള സംഭവം ഉണ്ടാവും എന്തായാലും. അപ്പൊ പക്ഷെ രസമാണ്. നമ്മൾ അതിനകത്തോട് കയറി ചെല്ലുമ്പോഴത്തേനും ഇതൊക്കെ നമുക്ക് പുതിയ സംഭവമാണ്, പുതിയ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ആങ്സൈറ്റി ഉണ്ട്. അപ്പൊ ആ ആങ്സൈറ്റിയിൽ ഇതൊക്കെ നമുക്ക് ഓഫ്സെറ്റ് ആയി പോകും. ഈ വെയിറ്റിംഗും അതിനുള്ള വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓഫ്സെറ്റ്. പിന്നെ കൂടുതൽ സമയം നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ പോകും. കാരണം ദൈവമേ കുഴപ്പമില്ലാതിരിക്കണമേ നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ കുറെ ആ ഒരു മോഡിലായിരിക്കും നമ്മൾ ഇതെല്ലാം ഓക്കെ ആണ് എന്നറിയുന്നവരെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു NICU എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നോർമൽ ബേബീസിനുള്ള പോലെ തന്നെ ജോണ്ടിസിന്റെ മഞ്ഞ കളർ വരുന്നതൊക്കെ അതൊക്കെ നോർമലാണ് പ്രിമേച്ചേഴ്സിനും. അപ്പോൾ അവര് ബ്ലൂ ലൈറ്റ് കൊടുത്ത് അത് ഒരു 2-3 ഡേയ്സ് ബ്ലൂ ലൈറ്റിന് എക്സ്പോസ് ചെയ്ത് വെച്ച് അത് അവർ ഓക്കെ ആക്കി എടുക്കും. അങ്ങനെ പിന്നെ അവർ നോക്കും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രിമേച്ചേഴ്സിന് അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് വെയിറ്റ് വണ്ണം വെച്ചുകൂടാ. ഭാവിയിലാണേലും ഒരു സ്റ്റേജിലും അവർ വണ്ണം വെച്ചുകൂടാ. അവരുടെ BMI ഇൻഡെക്സിന് ഉള്ളിൽ തന്നെ ആയിരിക്കണം അവരെപ്പോഴും. അങ്ങനത്തെ ഒരു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം അതെ, കാരണം കുഞ്ഞുങ്ങള് കുറച്ചൊന്ന് വലുതായി വരുമ്പോൾ അവർ ഒരുപാട് സ്നാക്സ് തിന്നും, അല്ലെങ്കിൽ അതൊക്കെ ഈ വണ്ണം വെക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ്. അത് ഇപ്പൊ ഞങ്ങൾ ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. പിന്നെ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അതെ, ഞങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ക്വയറി ആയിട്ട് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനൊരു Q&A സെഷൻ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാമല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇതിൽ കൂടി കടന്നു പോകുന്നവർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.